വളരെയധികം ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോയിൽ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ തിയറി വളരെ കൃത്യമായിട്ട് നമ്മൾ പറയണം. അതിന്റെ ഡെറിവേഷൻ പാർട്ടാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. തിയറി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ പ്രധാന ഡെറിവേഷൻസ് പാർട്ട് എങ്ങനെ ചെയ്യുന്നു, വെലോസിറ്റി ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് അസംഷൻസ് നമുക്ക് ഫോളോ ചെയ്യാനുണ്ട്. അതായത് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ അസംഷൻസ് നിങ്ങൾ നോട്ട് ചെയ്യുക. റേഡിയൽ ഡയറക്ഷനിലാണ് ഇൻലെറ്റ് വരുന്നത്. അതായത് ആൽഫ 90 ഡിഗ്രിയാണ്. പെട്ടെന്ന് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൽഫ 90 ഡിഗ്രി ആയിട്ടാണ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിൽ വെള്ളം എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ വരച്ചിരിക്കുന്ന കാര്യം ഒന്ന് എടുത്തു പറയുകയാണ്. ഇതൊരു വീലാണ്. വീലിന്റെ R1 ഇന്നർ റേഡിയസ്, R2 ഔട്ടർ റേഡിയസ്. അതുപോലെ തന്നെ ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന ഉള്ളിലുള്ളതാണ് നമ്മുടെ പർട്ടിക്കുലർ കണ്ടീഷൻ ഓഫ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസും ഉണ്ട് അല്ലെ. ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ എന്താണ് പറഞ്ഞത്? ഇത് ഈ വീല് ഈ ഒരു ഡയറക്ഷനിൽ അഥവാ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുന്നു. വെയിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഞാനിത് ഇവിടെ ഒരു ആരോ ജസ്റ്റ് ഇടുന്ന ആന്റി ക്ലോക്ക് വൈസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമുണ്ട്, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ആന്റി ക്ലോക്ക് വൈസ് ആണ് വെയിന്റെ ഡയറക്ഷൻ. വെയിൻ ഇങ്ങോട്ടേക്ക് ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു കാര്യം ഒമേഗ വെലോസിറ്റിയിൽ വീല് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇതൊരു ബാക്ക്വേർഡ് കേർവ്ഡ് വെയിൻ ആണെന്ന് പറയാം. നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് ഒരു ബാക്ക്വേർഡ് കേർവ്ഡ് വെയിൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി അപ്പോ ഈ പർട്ടിക്കുലർ കാര്യത്തിലേക്ക് റേഡിയലി, അതായത് ആൽഫ 90 ഡിഗ്രി ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ശരിക്കും ഒന്ന് കാണാം. ഇതാണ് ഞാൻ ആ വരച്ചിരിക്കുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മുടെ വീല്. ആ വീലിന്റെ ഉള്ളിൽ ആരിയ്ക്കുന്നു? വെയിൻ ഇരിക്കുന്നു. ഈ വീഡിയോ കാണുമ്പോൾ ഒപ്പം വരച്ചൊന്ന് പഠിക്കുക. ഇതാണ് വെയിൻ ഇരിക്കുന്നത്. വെയിനിന്റെ ഷേപ്പ് ഇങ്ങോട്ടേക്കാണ്, ഈ ഒരു ഡയറക്ഷനിലാണ്. അതേസമയം വീല് കറങ്ങുന്നത് ഒമേഗ ഡയറക്ഷനിൽ ക്ലോക്ക് വൈസ് ആണ്. അതുകൊണ്ട് ഇതെന്താണ്? ഒരു ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻ ആണ്. ഇനി നമുക്ക് ഇൻലെറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൽഫയുടെ വാല്യൂ 90 ഡിഗ്രി ആണ്. അതായത് V1 എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വന്ന് എൻ്റർ ചെയ്യുന്നത്. V1 എൻ്റർ ചെയ്യുന്നത് നോക്കുക, ഈ ഡയറക്ഷനിൽ V1 ഉണ്ടോ? പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഈ ഡയറക്ഷനിലാണ് ആര് പോകുന്നത്? U1 എന്ന് പറയുന്നത്. VR1 എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ VR1. ദിസ് ഇസ് VR1 തീറ്റ. ഈ വാല്യൂ ആൽഫ. ആൽഫയുടെ വാല്യൂ എത്രയാണ്? ആൽഫ ഇസിക്കൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും ഇതിന്റെ ഇൻലെറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇച്ചിരി കൂടി വലിപ്പത്തിൽ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും ആ റൈറ്റ് ട്രയാങ്കിൾ. This is V1 having angle alpha is equal to 90 degree. ഇത് ഇതുപോലെ തന്നെ പഠിക്കുക. And this is theta, that is means this VR1 ആണ്, ഇത് U1 ആണ്. So this is ഇതിന്റെ ഇൻലെറ്റ് ട്രയാങ്കിൾ. ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിന്റെ ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം. VR1ൽ എൻ്റർ ചെയ്യുന്ന ഒരു കാര്യം, മറ്റു ലോസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് VR2ൽ ഇറങ്ങിപ്പോകുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ എവിടെ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷെ ഷോക്ക് കാരണമല്ല, നമുക്ക് ഡയറക്ഷൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിന്റെ ഈ ഒരു കർവ്ഡ് വെയിന്റെ ഡയറക്ഷൻ ഈ രീതിയിലായതുകൊണ്ട് VR2 എന്ന് പറഞ്ഞത് ഈ ഡയറക്ഷനിലേക്കായിരിക്കും പോകുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണേ. VR2 ഈ ഡയറക്ഷൻ, വെയിനിന്റെ ഷേപ്പിന്റെ അതേ ഡയറക്ഷനാണ് VR2 പോകുന്നത്. അതേസമയം V2 പോകുന്നത് ആ ഡയറക്ഷനിലല്ല, മറിച്ച് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡ്. നോക്കൂ, ഈ ഒരു ഡയറക്ഷൻ, അതായത് നമ്മുടെ ഒമേഗ പോകുന്ന ഈ ഡയറക്ഷനിൽ ഈ രീതിയിലേക്കായിരിക്കും V2വിന്റെ ഡയറക്ഷൻ. ഓക്കെ, V2ഉം VW2ഉം തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ പർട്ടിക്കുലർ ലൈൻ ആയിരിക്കും ഏത്? U2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി V2വിന്റെ രണ്ട് കമ്പോണൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത് VF2 വരും, ഇത് VW2 വരും. അപ്പൊ ഈ പർട്ടിക്കുലർ കാര്യം എന്ന് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് U2 ആണ്, അതിൽ നിന്ന് VW2 കുറഞ്ഞ ഒരു വ്യൂ ആയിരിക്കും വരുന്നത്. അപ്പൊ അതിന് ഞാൻ ഒരു എൻലാർജ് ചെയ്തൊരു വ്യൂ ഇവിടെ വരയ്ക്കുകയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ V2 ഉണ്ട്, അതേസമയം ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര് കിടക്കുന്നത്? VR2 കിടക്കുന്നത്. അങ്ങനെയാണ് VR ആണ്, ഇത് VR2 കിടക്കുന്നത്. ഇവരുടെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഇതായിരിക്കും ഫുള്ള് U2 എന്ന് പറയും. ഇവിടെ തുടങ്ങി
ഇ എൻഡ് തുടങ്ങി ഇ എൻഡ് വരെ U2 ആയിരിക്കും. ഇനി V2ന്റെ രണ്ട് കമ്പോണൻസ് ആക്കി തരംതിരിക്കാം. അപ്പൊ ഇതെന്തായിരിക്കും? വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് VF2, ഇത് ഹൊറിസോണൽ കമ്പോണന്റ് VW2. ഇനി ഈ കമ്പോണന്റ് ഇവിടെ തുടങ്ങി ഇവിടം വരെയുള്ള ഈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? അതിനെ നമ്മൾ U2ൽ നിന്ന് VW2 കുറച്ചിട്ടുള്ള കമ്പോണന്റ് എന്നുള്ള രീതിയിൽ എഴുതണം. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളും അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ, ഇൻലെറ്റ് ട്രയാങ്കിളും ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ. ഇത് ശരിക്കും പഠിച്ചാൽ മാത്രം മതി. ഇതിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേരത്തെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഇവിടെയും പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. U=πdn/60, അതുപോലെ തന്നെ M=2πn/60. അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. അപ്പൊ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്, ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം കേട്ടോ. ഇനി പഠിക്കുന്നതെല്ലാം വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി വർക്ക് ഡൺ ബൈ ഇംപെല്ലർ ഓൺ വാട്ടർ, ഇതാണ് നമ്മുടെ ഫോർമുല വരുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. വർക്ക് ഡൺ ബൈ ദ ഇംപെല്ലർ ഓൺ വാട്ടർ. ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇംപെല്ലർ ആരിലേക്കാണ്? വാട്ടറിലേക്ക് വർക്ക് ഡൺ. അതെങ്ങനെ വരുന്നത്? ഇംപെല്ലർ ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യം വാട്ടറിലേക്ക് ഒരു സർട്ടൺ എക്സ്റ്റെന്റ് ഓഫ് എനർജി അങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അത് എത്രയാണ് വർക്ക് ഡൺ ചെയ്യുന്നതെന്നാണ് നമ്മൾക്ക് ഇതിന്റെ എക്സ്പ്രഷൻ കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്കൊരു നോക്കാം. ലീനിയർ മൊമെന്റ് അറ്റ് ഇൻലെറ്റിൽ വരുന്ന വെലോസിറ്റി, അതായത് അവിടുത്തെ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു VW1 ആണ് ഇൻലെറ്റിൽ വരുന്ന കാര്യം. അപ്പോൾ ρQ ഇൻറ്റു VW1. പക്ഷെ നമുക്കറിയാം എന്താണ്? അസ്യൂം വാട്ടർ ഇൻറ്റു റേഡിയലി ആണ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൽ റേഡിയലി ആണ് കയറുന്നത്. അതായത് ആൽഫയുടെ വാല്യൂ 90 ഡിഗ്രി ആണ്. ആൽഫയുടെ വാല്യൂ 90 ഡിഗ്രി ആയതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം VW1 0 ആണ്. അതെങ്ങനെ വന്നു? തൊട്ടുമുമ്പത്തെ പടം ഒന്ന് നോക്കി. ഈ പർട്ടിക്കുലർ V1ന് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? കമ്പോണൻസ് ആയിട്ട് തിരിക്കാനായിട്ട് ഒന്നും ഇല്ല. കാര്യം അത് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ 90 ഡിഗ്രിയിൽ കയറുകയാണ്. അപ്പോ V1 = VF1 ആണ്. ദർ ഈസ് നോ VW1. VW1ന്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് ഇവിടെ VW1 0 ആണ്. അതാണ് അത് കുറച്ചുകൂടി സിംപ്ലർ ആവുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാനും ലീനിയർ മൊമെന്റ് എന്താണ്? സോ ലീനിയർ മൊമെന്റ് =0 എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഫോർ ദ കേസ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇനി ലീനിയർ മൊമെന്റ് ഔട്ട്ലെറ്റ് നമുക്ക് എന്ത് എഴുതാം? ഇതേപോലെ തന്നെ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു ഔട്ട്ലെറ്റിലെ VW2 എന്നുള്ള കാര്യം. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ρQ ഇൻറ്റു VW2 എന്ന് എഴുതി. ρQ ഇൻറ്റു VW2. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ആംഗുലാർ മൊമെന്റത്തിലേക്ക് കണ്ടു. അപ്പൊ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് ഇൻലെറ്റിലും ഔട്ട്ലെറ്റും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത കാര്യം എന്ന് വെച്ചാൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുകയാണെങ്കിൽ ലീനിയർ മൊമെന്റം ഇൻറ്റു അവിടുത്തെ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണോ ഉള്ളത്, ആ ഒരു കാര്യമാണ് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ നോക്കിയേ, ഔട്ട്ലെറ്റിലെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുകയാണെങ്കിൽ ഔട്ട്ലെറ്റിൽ ഉണ്ടാകുന്ന ലീനിയർ മൊമെന്റം ഇൻറ്റു അവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയത് R2 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ റേഡിയസ്. ഈ ഒരു ഔട്ട്ലെറ്റിൽ നോക്കുമ്പോഴാണ് R2 റേഡിയസ് ആണ് വരുന്നത്. ഔട്ട്ലെറ്റിലെ കാര്യമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻറ്റു R2 ചെയ്തു. ഓക്കെ. അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടേമിലേക്ക് വരികയാണ്. ടോർക്ക് എന്ന് പറയുകയാണെങ്കിൽ ഫൈനൽ ആംഗുലാർ മൊമെന്റം മൈനസ് ഇനീഷ്യൽ ആംഗുലാർ മൊമെന്റം. ഫൈനൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുകയാണെങ്കിൽ ρQ ഇൻറ്റു W2 ഇൻറ്റു R2. ഇനീഷ്യൽ ആംഗുലാർ മൊമെന്റം ρQ ഇൻറ്റു VW1 ഇൻറ്റു R1. പക്ഷേ ഈ VW1ന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് ഈ ടേം അങ്ങനെ തന്നെ എന്തായി പോയി? 0 ആയിട്ട് പോയി. അപ്പൊ ടോർക്കിന്റെ വാല്യൂ എന്താണ്? ρQ ഇൻറ്റു VW2 ഇൻറ്റു R2 എന്നുള്ള രീതിയിലായി. ഇനി അടുത്ത ടേമിലേക്ക് വരാം. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി ആണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ടോർക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത്? ρQ ഇൻറ്റു VW2 ഇൻറ്റു R2 ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആംഗുലാർ വെലോസിറ്റി എത്രയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഇനി R ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? U2 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇത് നമ്മൾ പണ്ട് ഫ്രാൻസിസിന്റെ ഒക്കെ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ആറിന്റെ വാല്യൂ നമുക്ക് U2 ഇൻറ്റു ഫ്രാൻസിസ് ടർബിന്റെ മാത്രമല്ല കർവ്ഡ് വെയിന്റെ ജനറൽ സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. U2ന് നമുക്ക് എങ്ങനെ കൊടുക്കാം? U2 = ഒമേഗ ഇൻറ്റു R2 എന്നുള്ള രീതിയിൽ ഒമേഗ എന്നുള്ള രീതിയിൽ കൊടുക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? ρQ ഇൻറ്റു VW2 ഇൻറ്റു U2 എന്ന് പറയാം. അപ്പൊ ഒരു
സെൻട്രിഫ്യൂഗൽ പമ്പില് വർക്ക് ഡൺ ബൈ ദ ഇംപെല്ലർ ഓൺ വാട്ടർ എന്ന് പറയുന്ന വർക്ക് ഡണിന്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? റോ ക്യൂ ഇൻറ്റു VW2 ഇൻറ്റു U2 എന്ന് എഴുതാം. ഇത്രയും വളരെ ചെറിയൊരു എക്സ്പ്രഷൻ ആണ് വർക്ക് ഡണിന് വേണ്ടി നമുക്ക് വേണ്ടി വരുന്നത്. ഇനി ഒരു ജനറൽ ഒരു ടേമിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, ഇത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ടേമിലേക്ക് നമ്മൾ കയറുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ജനറൽ എക്സ്പ്രഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. യു ആർ ഫൈൻഡിങ് ഒരു ജനറൽ എക്സ്പ്രഷൻ. അപ്പൊ പവർ എക്സേർട്ടഡ് എന്ന് പറയുമ്പോഴത്തേക്കും ജനറലി നമുക്ക് റോ ക്യൂ ഇൻറ്റു VW2 U2 ദാറ്റ് ഈസ് എന്താണ് ഈ ഔട്ട്ലെറ്റിലെ, അതുപോലെ മൈനസ് റോ ക്യൂ ഇൻറ്റു VW1 U1 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഒരു ജനറൽ എക്സ്പ്രഷൻ കൊടുക്കാം. പക്ഷെ ഈ ടേം ഫോർ സെൻട്രിഫ്യൂഗൽ പമ്പ് ഇതൊരു സീറോ ആയിട്ട്, ഈ ടേം ഒരു സീറോ ആയിട്ട് മാറും. അത് ജനറൽ എക്സ്പ്രഷൻ ഏതെങ്കിലും ഒരു ടർബോ മെഷീനറിക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. സോ ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ഇംപെല്ലർ പവർ, ഇംപെല്ലർ എക്സേർട്ട് ചെയ്യുന്ന പവറാണ് റോ ക്യൂ ഇൻറ്റു VW2 U2 ഫോർ സെൻട്രിഫ്യൂഗൽ പമ്പ്. അതിനെ ഇംപെല്ലർ എക്സേർട്ട് ചെയ്യുന്ന പവർ. ഇങ്ങനെ ഇംപെല്ലർ എക്സേർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? വെള്ളം ഏറ്റവും താഴ്ന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് കയറുന്നു. അതല്ലേ പമ്പിൽ നടക്കുന്നത്. ദാറ്റ് മീൻസ് പവർ എക്സേർട്ടഡ് ബൈ ദ ഇംപെല്ലർ ഓൺ വാട്ടർ, അത് തന്നെയാണ് അതേ പവർ എവിടെ കിട്ടുന്നു? പവർ അവൈലബിൾ ഫ്രം ദ വാട്ടർ. എത്ര ഹെഡിലാണ് കിട്ടിയത്? അപ്പോൾ റോ ക്യൂ VW2 U2 എന്നതിനെ നമുക്ക് എന്താ റോ ജി ക്യൂ ഇൻറ്റു H എന്ന് എഴുതാം. അതായത് എത്രയോ ഹെഡ് ഓഫ് വാട്ടറിൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുന്നത് ഒരു കിണറാണ്. കിണറിൽ നിന്ന് ഒരു പമ്പ് വെച്ചോട്ട് ഒരു ടാങ്കിലേക്ക് എത്തുകയാണെങ്കിൽ ഈ ഹെഡിൽ നിന്ന് ഈ ഹെഡിലേക്ക് വെള്ളം എത്തി. അത്രയും ഹെഡ് ഓഫ് എനർജി നമ്മൾ വെള്ളത്തിൽ ലഭിച്ചു. അതിന്റെ കാര്യമാണ് ഇവിടെ വാട്ടർ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്ന റോ ജി ക്യൂ എച്ച്. അപ്പൊ ഈ റോ ക്യൂവും ഈ റോയും ക്യൂവും കളഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ G ഇസിക്കൽ ടു H ഇസിക്കൽ ടു VW2 U2 ബൈ G. ഇതിനെയാണ് ഓയിലേഴ്സ് പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതും കൂടി ഇതിന്റെ കാര്യത്തിൽ മനസ്സിലാക്കണം. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും നേരം പറഞ്ഞത് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ വെലോസിറ്റി ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാമെന്നും, അതുപോലെ തന്നെ അതിന്റെ വർക്ക് ഡണിന്റെ ഫോർമുല എന്താണ്, ഈ ഇംപെല്ലർ പവറും അതുപോലെ തന്നെ വാട്ടർ പവറും തമ്മിൽ എങ്ങനെ ഇക്വേറ്റ് ചെയ്തു എന്നുള്ള കാര്യവുമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞത്. ഇത് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇനി അടുത്ത ഒന്നുകൂടി ഒന്ന് ജനറലൈസ് ചെയ്തിട്ട് ഒരു കാര്യത്തിലേക്ക് പറയാണ്. വീണ്ടും വീണ്ടും വരുമ്പോഴത്തേക്കും വളരെയധികം ശ്രദ്ധിക്കുക. കാര്യം കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഇനി ഞാനിപ്പോ ഒരു അടുത്തൊരു ജനറൽ ഫണ്ടമെന്റൽ ഇക്വേഷൻ ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഒരു ഫണ്ടമെന്റൽ ഇക്വേഷനെ കുറിച്ച് പറയുകയാണ്. സോ ഫണ്ടമെന്റൽ ഇക്വേഷൻ എഴുതപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു പവർ ഇസിക്കൽ ടു റോ ക്യൂ ഇൻറ്റു കോമൺ ആയിട്ട് എടുത്തു VW2 U2 മൈനസ് VW1 U1. ഇതിനകത്ത് VW1 U1 സീറോ ആയി പോയിരുന്നു. ഓക്കെ അല്ലേ? ഇനി ഒരു ജനറൽ ആയിട്ടുള്ള കേസിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ഈ വെലോസിറ്റി ട്രയാങ്കിൾ താഴേക്ക് നോക്കുക. V1 ഞാൻ ഒരു ആൽഫ ഇൻക്ലിനേഷനിൽ കയറി എന്ന് വിചാരിക്കുക. പക്ഷെ സെൻട്രിഫ്യൂഗൽ പമ്പിൽ എങ്ങനെയാണ്? ആൽഫ 90 ആണ്. ഇതൊരു ജനറൽ ആയിട്ട് എടുക്കുക. VR1 ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ഇത് U1 ആണെന്ന് വിചാരിക്കുക. സോ ഇത് VR1 ആയി ഇരിക്കട്ടെ. VF1 ആണ് കേട്ടോ, VR1 അല്ല, ഇത് VF1, ഇത് VW1. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ട്രയാങ്കിൾ. ആക്ച്വലി സെൻട്രിഫ്യൂഗൽ പമ്പിന് ഇതിങ്ങനെ അല്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ്. ഇതുപോലെ തന്നെ ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ നമ്മൾ നേരത്തെ വരച്ചതുപോലെ ഇൻലെറ്റ് ട്രയാങ്കിൾ ഒരു ജനറൽ കണ്ടീഷൻസും എടുത്തു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഇപ്പൊ ഇത് ഏതാണ്? ഇത് ഇൻലെറ്റിന്റെ ട്രയാങ്കിള്, ഇത് ഔട്ട്ലെറ്റിന്റെ ട്രയാങ്കിള്. ഈ ഔട്ട്ലെറ്റ് ട്രയാങ്കിള് നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കാം. ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ, ഇത് ട്രയാങ്കിൾ 1, ഇത് ട്രയാങ്കിൾ 2. ഈ രണ്ട് ട്രയാങ്കിൾ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഈ ട്രയാങ്കിളിൽ ഒന്നും മായ്ക്കുകയാണത്. ഈ ട്രയാങ്കിള് VF2 എന്ന് പറയുന്ന രണ്ട് പേർക്കും കോമൺ ആണ്. ഇതൊരു ട്രയാങ്കിള്, ഇതൊരു വേറൊരു ട്രയാങ്കിൾ. ഇത് രണ്ടാമത്തും VF2 കോമൺ ആണ്. അപ്പൊ നമ്മൾ ഈ പൈതഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഒന്നാമത്തെ ട്രയാങ്കിൾ, ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ ഇതെടുക്കാം. ഇട്ടിക്കിട്ടിരിക്കുന്ന ഒന്നാമത്തെ ട്രയാങ്കിൾ, അതിനകത്ത് VF2, അതിനകത്ത് നമുക്കൊരു കാര്യം VR2 സ്ക്വയർ ഇസിക്കൽ ടു VF2 സ്ക്വയർ പ്ലസ് U2 മൈനസ് VW2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഇവിടെ അതൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഇവിടെ
ഇത് മാത്രം, ആ ഫസ്റ്റ് ട്രയാങ്കിൾ മാത്രം ഞാൻ ഇതിവിടെ ഒന്ന് വരയ്ക്കുകയാണ്. ഇതിന്റെ ഈ ഭാഗം U2 മൈനസ് VW2 എന്നുള്ള കാര്യം, ഇത് VR2 എന്നുള്ള കാര്യം, ഇത് VF2 എന്നുള്ള കാര്യം. ഇതാണ് ഒന്നാമത്തെ ട്രയാങ്കിൾ. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. VR2 സ്ക്വയർ ഇസിക്കൽ ടു കർണം സ്ക്വയർ ഇസിക്കൽ ടു ബേസിന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ചെയ്തു. ഇത് A മൈനസ് ബിയുടെ ഹോൾ സ്ക്വയർ ആണ്. അതിനെ നമ്മൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2AB എന്നുള്ള രീതിയിൽ എക്സ്പാൻഷൻ നടത്തിയതാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് VF2 എന്ന് പറയുന്ന കാര്യത്തെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എഴുതിയപ്പോൾ ഈ ഒന്നാമത്തെ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇപ്പൊ ട്രയാങ്കിൾ ഏതെടുത്തു? ഔട്ട്ലെറ്റ് ട്രയാങ്കിളിന്റെ കണ്ടീഷനാണ് പറഞ്ഞത്. നമുക്ക് ഈ ഒരു കാര്യം ഇങ്ങനെ കിട്ടി. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കുക. ഔട്ട്ലെറ്റ് ട്രയാങ്കിളിലെ രണ്ടാമത്തെ ട്രയാങ്കിൾ, അത് ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കുകയാണ്. ഇവിടെ വരയ്ക്കുമ്പോൾ ഈ രീതിയിലാണ് ട്രയാങ്കിൾ ഇരിക്കുന്നത്. അതിന്റെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? VW2, ഇത് V2, ഇത് VF2. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? VF2ന്റെ സ്ക്വയർ പ്ലസ് VW2 സ്ക്വയർ ആണ്, V2ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഇതിൽ നിന്നും എനിക്ക് എന്ത് കിട്ടും? VF2ന്റെ സ്ക്വയർ ഇസിക്കൽ ടു V2 സ്ക്വയർ മൈനസ് VW2 എന്ന് കിട്ടും. ഇതിനെ ഞാൻ ഇക്വേഷൻ 2 ആയിട്ട് കൊടുത്തു. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഏത് രണ്ട് ട്രയാങ്കിൾസ് ആണ് എടുത്തത് എന്നുള്ളത് എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദേ ഇവിടെ കാണുന്ന ഔട്ട്ലെറ്റിലെ ഇതൊന്ന് ഇങ്ങനെ ടിക്കിട്ടിരിക്കുന്ന ഒന്നും രണ്ടും ട്രയാങ്കിൾ എടുത്തു. അതിന് VF2ന് രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കിയതാണ്, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. അപ്പൊ നമുക്ക് ഇനി അടുത്ത് ചെയ്യുന്ന പറഞ്ഞാൽ 1ഉം 2ന്റെ LHS സെയിം ആണ്. അതുകൊണ്ട് ഇവരെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തു. LHSഉം ഇത് ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി? VW2 U2 ഇസിക്കൽ ടു V2 സ്ക്വയർ പ്ലസ് U2 സ്ക്വയർ മൈനസ് VR2 സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്നുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇതേ കാര്യം തന്നെ താഴെയുള്ള ഇൻലെറ്റ് ട്രയാങ്കിൾ ഉണ്ടല്ലോ, അവിടെ ഒന്നാമത്തെ ട്രയാങ്കിൾ ഇത്, രണ്ടാമത്തെ ട്രയാങ്കിൾ ഇത്. ഇപ്പൊ ചെയ്ത സ്റ്റെപ്പുകൾ വീണ്ടും നമ്മൾ ഒന്നുകൂടി ചെയ്തു കഴിഞ്ഞാൽ അവിടെ എനിക്ക് കിട്ടുന്നത് VW1 U1 ഇസിക്കൽ ടു എന്ത് കിട്ടും? V1 സ്ക്വയർ പ്ലസ് U1 സ്ക്വയർ മൈനസ് VR1 സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും ഇൻലെറ്റ് ട്രയാങ്കിളിൽ ഇതേ സ്റ്റെപ്പുകൾ ചെയ്യാം. അപ്പൊ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? നമ്മൾ തുടങ്ങിയത് നമ്മുടെ പവറിന്റെ ഇക്വേഷനിൽ നിന്നാണ്. പവറിന്റെ ഇക്വേഷൻ എന്താണ്? റോ ക്യൂ ഇൻറ്റു VW2 U1 ഉണ്ടോ? ഈ VW2 U2നും VW1 U1നും നമുക്ക് രണ്ട് എക്സ്പ്രഷൻ ഇവിടെ താഴെ കിട്ടി. ഓക്കെ, ഈ എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. അതായത് റോ ക്യൂ ഇൻറ്റു ഇത് കണ്ടോ, ഈ ഒരു കാര്യം VW2 U2ന് ഞാൻ എന്ത് കൊടുത്തു? VW2 U2ന് എനിക്ക് എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് V2 സ്ക്വയർ പ്ലസ് U2 സ്ക്വയർ മൈനസ് VR2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇനി മൈനസ് VW1 U1 എനിക്ക് എന്ത് കൊടുക്കാം? V1 സ്ക്വയർ പ്ലസ് U1 സ്ക്വയർ മൈനസ് VR1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റോ ക്യൂ വേണ്ടി ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് V2നും V1നെ ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, V2 സ്ക്വയർ ഇത് ഒരു എക്സ്പ്രഷൻ, U2 രണ്ടും കൂടെ ഒരുമിച്ച് എഴുതി, VR1 തമ്മിൽ ചേർത്ത് എഴുതി. ഓക്കെ ആണല്ലോ? ഈ ഒരു കാര്യം ഇങ്ങനെ എഴുതുക എന്നുള്ളതാണ്. അത് പവറിന്റെ ഇക്വേഷൻ ആണ്, നമ്മൾ ഒരു അറേഞ്ച് ചെയ്ത് എഴുതി എന്ന് മാത്രമാണ് ഉള്ളത്. സോ ഇനി ഒന്നുകൂടി ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജിയുടെ വാല്യൂ നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തു. ഇവിടെ ഒരു ജി ഇട്ട് കൊടുത്താൽ വെറുതെ അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. എല്ലാ എക്സ്പ്രഷനിലും അടിയിൽ അപ്പോൾ ഒരു 2G 2 ഇൻറ്റു G 2 ഇൻറ്റു G എന്ന് വെച്ചാൽ ഒരു പ്രഷർ ഹെഡ് വെലോസിറ്റി ഹെഡും കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ നോക്കിയത് റോ ക്യൂ ഇൻറ്റു G ഈ രീതിയിലേക്ക് വന്നു. ഇനി തൊട്ട് മുമ്പ് നമ്മൾ ഇതേണ്ട ഇവിടെ ഒരു കാര്യം പറഞ്ഞു നിർത്തി. ഇമ്പല്ലറിൽ രൂപീകരിച്ച പവർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ പവർ അവൈലബിൾ എന്ന വാട്ടർ, വെള്ളത്തിൽ കിട്ടിയിരിക്കുന്ന പവർ. അപ്പൊ അത് തന്നെ നമ്മളൊന്ന് ഇമ്പല്ലർ പവർ ഇസ് ഈക്വൽ ടു വാട്ടർ പവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പല്ലർ പവർ ആണ് റോ ജി ക്യൂ ഇൻറ്റു ഈ പർട്ടിക്കുലർ നീല കളർ എഴുതിയിരിക്കുന്ന ഈ ഒരു കാര്യം ഇസ് ഈക്വൽ ടു റോ ജി ക്യൂ ഇൻറ്റു എച്ച്. അപ്പൊ നമുക്ക് ഈ റോ ജിയും റോ ജി ക്യൂ അങ്ങ് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഇസിക്കൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? അതായത് ഇവിടെ കിട്ടിയ ഹെഡ് ഇസിക്കൽ ടു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ബൈ 2G പ്ലസ് U2 സ്ക്വയർ മൈനസ് U1 സ്ക്വയർ മൈനസ് 2G, അതുപോലെ തന്നെ VR1 സ്ക്വയർ മൈനസ് VR2. ഇങ്ങനെ ഒരു 3 രീതിയിലേക്ക് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഇതിനെയാണ് ഫണ്ടമെന്റൽ ഇക്വേഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. ഈ V2 സ്ക്വയർ
ഇതിനെ നമ്മൾ പറയുന്ന പേരിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസിങ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഡൈനാമിക് ഹെഡ് എന്നാണ് പറയുന്നത്. ഡൈനാമിക് ഹെഡ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയും, അല്ലെങ്കിൽ ഡൈനാമിക് ഹെഡ് എന്നാണ് പറയുന്നത്. ഇനി U2² - U1² എന്ന് പറഞ്ഞ ഈ ടേമിനെ പറയുന്ന പേര് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ പ്രഷർ ഹെഡ്. ഇൻക്രീസ് ഇൻ പ്രഷർ ഹെഡ് എന്നാണ് ഈ ഒരു കാര്യത്തില് പറയുന്നത്. അടുത്തത് VR1² - VR2² / 2g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡ്യൂ ടു റിട്ടാർഡേഷൻ ഓഫ് വാട്ടർ. ഇതാണ് എന്ത് മൂന്നാമത്തെ ടേമിന്റെ അർത്ഥം. ഇങ്ങനെ ടോട്ടൽ ഹെഡ് H=, അതായത് വാട്ടർ എത്ര ഇതിനകത്താണ് കയറിയിരിക്കുന്നത്, ഓയിലേഴ്സ് ഹെഡ് എന്നാണ് ഇതിനെ പറയുന്നത്. നമുക്ക് HE എന്ന് കൊടുക്കാം. ഓയിലേഴ്സ് ഹെഡ് ഇൻക്രീസിങ് കൈനറ്റിക് എനർജി, ഇൻക്രീസിങ് പ്രഷർ ഹെഡ് പ്ലസ് നമ്മുടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡ്യൂ ടു റിട്ടാർഡേഷൻ ഓഫ് വാട്ടർ എന്നുള്ള രീതിയിലേക്ക് എടുത്തെഴുതാനായിട്ട് പറ്റും. ഇത് തിയറിയാണ്, ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയിരിക്കുക. ഇപ്പൊ മൂന്ന് കൂട്ടം കാര്യങ്ങളാണ്. ട്രയാങ്കിൾ വരയ്ക്കാൻ പഠിച്ചു, അതിന്റെ പവർ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇതേ ഓയിലേഴ്സ് ഹെഡിന്റെ ഓയിലേഴ്സ് പ്രഷർ ഹെഡ് നമ്മളിവിടെ പറഞ്ഞ HE= VW2U2/G നമുക്ക് കണ്ടെത്തി. അതേ HE= ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ, 3 ടേമിന്റെ സം എന്നുള്ള ഒരു എക്സ്പ്രഷനും നമ്മൾ കണ്ടെത്തി. ഇതാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്, പമ്പിന്റെ കേസിൽ പഠിക്കുന്നത്. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിന്റെ വെലോസിറ്റി ട്രയാങ്കിളിന്റെ കൂടുതലായിട്ട് അനാലിസിസ് ആണ്. അത് നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.